ഹലോ. ഹലോ. ആ ലിയാഖത്ത് അലി അതെ, സാറല്ലേ? ലിയാഖത്ത് സാറില്ല. ഓക്കെ. അല്ല, നിങ്ങൾ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് അറിയില്ല, എന്റെ അതുകൊണ്ട് പേര് വിളിച്ചു. എന്റെ പേര് അതൊന്നുമില്ല, ഫഹദ് നമ്മൾ അബ്ദുള്ള. എല്ലാരും അങ്ങോട്ട് ഇങ്ങോട്ട് പേര് വിളിക്കാം. ഓക്കെ. പറയ്. അപ്പൊ ലിയാഖത്ത്, ഞാൻ നിങ്ങളെ വീഡിയോസ് കാണാറുണ്ട് ആ യൂട്യൂബില്. ആ അങ്ങനെ നമ്പർ കണ്ടപ്പോ വിളിച്ചു. നിങ്ങൾ ഫ്രീ ആണോ? സംസാരിക്കാം. ഓക്കെ. അല്ല, ഞാൻ നിങ്ങളെ കുറെ വീഡിയോസ് കാണാറുണ്ട്. ഉം, അപ്പം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്, ഉം, കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഉം. അപ്പൊ അങ്ങനെ വിളിച്ചത്. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. നോ ഇഷ്യൂ, പറയൂ. ഇല്ല, ഞാൻ വിശ്വാസിയാണ്. ഉം, നിസ്കരിക്കും, ഉം, അപ്പൊ നോയമ്പെടുക്കും. ഉം, ഈ മറ്റേ കുറെ അന്ധവിശ്വാസങ്ങളും പിന്നെ എല്ലാരും ചെയ്യുന്ന തെറ്റാണ്, അങ്ങനത്തെ വിശ്വാസങ്ങൾ കുറവാ. ഉം, പക്ഷെ ഈയിടക്ക് കുറെ യൂട്യൂബ്സും പിന്നെ നിങ്ങളെ കുറെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ ഉം, ഇതൊക്കെ എവിടെയോ ഇതും വേണ്ട എന്നുള്ള ഒരു തോന്നൽ വരാറുണ്ട്. ഉം. അപ്പോ ഇതും വേണ്ട ശരിക്കും ഇൻ ദ സെൻസ്. അല്ല, ഐ മീൻ, ഈ ദൈവമുണ്ട്, അല്ലെങ്കിൽ ഉം, ഇപ്പൊ അല്ല ഉണ്ട്, അല്ലെ ഉം, അല്ല എന്നല്ല നിയന്ത്രിക്കുന്ന ഉം, ഇസ്ലാം മതമാണ് ശരി, ഉം, ഇതിലൊക്കെ എവിടെയോ ഒരു കറക്ഷൻ വേണ്ടത് പോലെ. ഉം. അപ്പൊ അങ്ങനെയാ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു വിളിച്ചത്. ഓക്കെ. അപ്പോ ഇങ്ങക്ക് ഇത് ഉം, ഈ ഇസ്ലാം എന്ന സംഭവം അല്ലെങ്കിൽ ഉം, മതം, ഉം, ഇത് ഒരു റോങ് ആണ്, അല്ലെങ്കിൽ ഇത് മനുഷ്യന്മാർ കൂടി ഉണ്ടാക്കിയ ഒരു സംഭവമാണെന്നുള്ള തോന്നാനുള്ള ഉം, കാരണം എന്താ? ഉം. ഇത് ഇതൊരു ഒരു എന്താ പറയാ, ഒരു യാത്രയാണ്. ആ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേ, നമുക്കൊരു പർട്ടിക്കുലർ സംഭവത്തിൽ നമുക്കത് ഇത് തെറ്റാണ് തോന്നുന്നതല്ല ചെയ്യുന്നത്. ആ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അപ്പോൾ ഉം, വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു, ഞാൻ അധികം ആളുകളോട് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്റെ മനസ്സിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ തോന്നിയിട്ടുള്ള സംശയങ്ങള്, ഈ ഉം, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മതങ്ങളും ദൈവത്തിൻ്റെതാണ്. ദൈവമാണെങ്കിൽ കാരുണ്യവും സ്നേഹവും ദയയും ഉം. ഒക്കെയാണ്. ഇസ്ലാമിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി നമ്മള് ദാനം, ധർമ്മം, ഇതൊക്കെയാണ്. മറ്റുള്ളവരെ സഹായിക്കലാണ്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ എല്ലാ മതങ്ങള് സമാനമായിട്ട് ഇങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട്, എന്നിട്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ ആളുകൾ പട്ടിണി കിടക്കുന്നത്? എങ്ങനെയാണ് പിന്നെ വീടില്ലാതെ? പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ ഈ എന്താ പറയാ, ചെറിയ ടാർപോളിൻ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടും തകര ഷീറ്റ് മേഞ്ഞിട്ടൊക്കെ ഉള്ള വീടുകളും ഉം. അടച്ചുറപ്പില്ലാത്ത വീടുകളും കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് അല്ല, അങ്ങനത്തെ അത് ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഉണ്ട്. അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇത് ഉം, തമ്മിലുള്ള ഈ ലോജിക്കൽ കണക്ഷൻ ഇല്ലാതെ തോന്നിയതിന്റെ കാരണം, ഇതേ ഇപ്പൊ ഒരു മഹലിൽ എടുക്കാം നമ്മള്. ആ ഉം, മഹലില് ഇങ്ങനത്തെ ഒരു 5-10 വീടുകളൊക്കെ ഉണ്ടാവും. ഉം. ആ മഹലിന്റെ പക്ഷെ പള്ളീന്റെ മിനാരം ആകാശത്തിന്റെ അവിടേക്ക് മുട്ടാറായിട്ടുണ്ടാവും. അതെ, കറക്റ്റ് ആണ്. പിന്നെ ഈ മതിലുകൾ എല്ലാ കൊല്ലം പെയിന്റ് അടിക്കണം അവർക്ക്. ആ പുതുക്കി ആ പണിയണം, കെട്ടിപ്പൊക്കണം, അതെ. ഹൗസ് വലിപ്പം കൂട്ടണം, ഭംഗി കൂട്ടണം. ഇത് തമ്മിൽ അതേപോലെ ഇപ്പൊ ഈ പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ മൗലീദുകള്, നേർച്ചകള്, ആ ആ അതേപോലെ തന്നെ പരിപാടികള്, ഇതിനൊക്കെ വേണ്ടി പൊട്ടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പട്ടിണി മാറ്റാവുന്ന എത്രയോ മനുഷ്യന്മാർ ചുറ്റിലും ഉണ്ടായിരുന്നു. ശരിയാണ്. അപ്പൊ അതിൽ എനിക്ക് എന്താണ് ഇങ്ങനെയെന്ന് എനിക്കൊരു പ്രശ്നം ഉണ്ടായി. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ചെറിയ തോന്നലുകൾ ട്ടോ. അതൊക്കെ നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചെറിയ സംശയങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ല, ഇതിൽ ചെറിയൊരു എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയട്ടെ. ഉം, സംസാരിക്കാമല്ലോ? ഉം, അല്ല, ഇപ്പം ഞാൻ അത്യാവശ്യം ഖുറാൻ വായിച്ചിട്ടുണ്ട്. ഉം, അപ്പൊ ഈ നമ്മുടെ ചുറ്റും ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഈ 40 എന്ന് പറയുന്ന ചടങ്ങ് നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ട്. നിങ്ങളുടെ സൈഡിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ സൈഡിൽ 3-ന്റെ അന്ന് തുടങ്ങും പരിപാടി. 3-ന്റെ, അതെ, 3, ഉം. 7, 40 ഇങ്ങനെയാണ് കണക്ക്. 3, 7, 14, ചിലയിടത്ത് 14 ഉണ്ട് അല്ലേ? 21 ഉണ്ട്, പിന്നെ 40 ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിന് ഇപ്പൊ ഒരാള്, ഉം, അയാള് പാവപ്പെട്ട ഒരാളായിരിക്കും. ഉം, അയാള് ജീവനോടെ ഉണ്ടാവുമ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. ഉം. പക്ഷെ ഈ 40, 3, 7 നടത്താൻ സ്പോൺസർമാരുണ്ട്. ഉണ്ട്, ഉണ്ട്. അത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഉം, ഇതൊക്കെ എനിക്ക് പല കറക്ഷൻസും തോന്നിയ കാര്യമാണ്. ഉം. അപ്പൊ പിന്നെ ഞാൻ ഖുറാൻ വായിച്ച ഉം, സ്ഥലത്ത് ഞാൻ ഉം, പരാമർശിച്ച ഒരു സ്ഥലമുണ്ട്. അതായത് ഉം, നിങ്ങൾ സ്വർണം കൊണ്ട് പള്ളി പണിയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ദരിദ്രരെ തേടിപ്പിടിച്ച് സഹായിക്കുന്നതാണ്. ഉം, ഖുറാനിൽ അങ്ങനെ പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ. ഞാൻ കുറെ ഉം, മുമ്പ് വായിച്ചതാണ്, ഉം, അർത്ഥം അറിഞ്ഞ്. അപ്പൊ ഉം, ഈ ഖുറാനിൽ പറയുന്നതൊന്നും ഉം. ഈ മനുഷ്യന്മാർ പ്രവർത്തിക്കുന്നത് വേറൊന്നുമായിട്ടാണ് എനിക്ക് അന്ന് ഫീൽ അതെ, ചെയ്തത്. അതെ, അങ്ങനെ തന്നെയാണ് ആ, എനിക്കും ഫീൽ ചെയ്തത്. ഞാൻ ആ, പറഞ്ഞത് ആ ഫീലുകൾ, ആ ഫീല് വരുമ്പോ ആ, നമുക്ക് ഇപ്പൊ ഉള്ള നമ്മുടെ ചുറ്റുമുള്ള ഈ മതത്തിന്റെ സ്ട്രക്ചറിലോ
അല്ലെങ്കിൽ ഈ മതത്തിന്റെ നേതൃത്വത്തിലോ എവിടെയോ എന്തോ പെശകുണ്ട്. അന്നൊക്കെ ആ നമ്മൾ ഉണ്ട്. വിശ്വാസിയാണ്. പടച്ചോൻ പറയുന്നത് ഒന്ന്, പള്ളി കമ്മിറ്റി ചെയ്യുന്നത് വേറൊന്ന് ചെയ്യുന്ന എന്നുള്ളൊരു വേറൊന്ന്. ഫീലാണ് ആ നമുക്ക് അതെ അതെ. വരിക. അതാണ് എനിക്ക് കുറെ കാലമായിട്ടുള്ള ഫീല്. അത് നിങ്ങൾ എല്ലാ മതത്തിലും എടുത്ത് നോക്ക്. ഇപ്പോ ക്രിസ്ത്യാനികള് അവരുടെ പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞ് പൊട്ടിച്ചു കളയുന്ന പൈസ, ഓരോ അമ്പലങ്ങളില്, അതായത് മേൽക്കൂര പോലും മര്യാദക്കില്ലാത്ത അമ്പലങ്ങളുടെ ചുറ്റും കതിന പൊട്ടിച്ച് കളയുന്ന പൈസ, വെടിമരുന്ന്, വെടിക്കോപ്പ്, ആന, മീൻസ് ഇങ്ങനെ ആ ആളുകള് ദൂർത്തടിച്ച് കളയുന്ന, വെറുതെ പൊട്ടിച്ച് കളയുന്ന പൈസ ഉണ്ടെങ്കിൽ പട്ടിണി മാറുന്ന എത്രയോ മനുഷ്യർ ചുറ്റും ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയണതിൽ ഉള്ള ഒരു 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 പ്രശ്നം. അപ്പൊ അതൊക്കെ നമ്മൾ അന്ന് വിചാരിച്ചത് ഈ മതം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, നേതൃത്വം, പണ്ഡിതന്മാര്, ഇവരുടെ പോരായ്മയും പിടിപ്പുകേടില്ലായ്മയും ഈ പറഞ്ഞ പോലെ തക്കവ ഇല്ലാത്തത് കൊണ്ടൊക്കെയാണെന്നാണ് അന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചത്. ഉം ഉം. അങ്ങനെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അപ്പൊ ഞാൻ പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ അങ്ങനത്തെ പല സംശയങ്ങൾ നമുക്ക് ഉള്ളിൽ വരും. ഉം. ഇതിലൊക്കെ നമ്മൾ മതം ഓക്കെയും മതത്തിനെ ഇപ്പൊ കൊണ്ടുനടക്കുന്ന ആൾക്കാരുടെ പ്രശ്നമായിട്ടും നമ്മൾ കാണും. അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഞാനിപ്പം മുന്നോട്ട് പോകും. കണ്ടുകൊണ്ടുള്ളത്. അങ്ങനെ പോകും. അങ്ങനെ മുന്നോട്ട് പോയിട്ട് നമ്മള് ഇതിന്റെ പിന്നെ എനിക്ക് ഒരു പഠിക്കാൻ സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് അങ്ങനെ ഈ മതനേതൃത്വം അല്ലെങ്കിൽ പണ്ഡിത സമൂഹം ഇവരോടുള്ള ഒരു എന്താ പറയാ കണ്ണടച്ചുള്ള വിശ്വാസങ്ങൾ പതിയെ പതിയെ അങ്ങ് പോകും. പോയി. അങ്ങനെ പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇവര് തമ്മിൽ ഈ തെരുവുകളിൽ നടന്നിട്ട് നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ള ഒരു ഒരു ഉമ്മത്തിന്റെ ഭാവത്തിലാണല്ലോ ജീവിക്കുക, കൗമ്. ആ ആ. അപ്പൊ ഇതിനിടയിൽ ഇവരിങ്ങനെ പരസ്പരം തമ്മി തല്ലുന്ന കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോഴും ഉണ്ടത്. SSF അതിപ്പോഴും ഉണ്ട്. ആ പിന്നെ അതിനേക്കാളും വലുതാണ് സലഫികള് ഈ വേറെ, മുജാഹിദ്, സുന്നികള് ജമാഅത്ത് വേറെ. ആ ഇസ്ലാമിയും അതെ അതെ സുന്നികളും കറക്റ്റ്. തമ്മിലുള്ള അതെ പ്രശ്നം. അതെ. അപ്പൊ ഞാൻ അന്ന് ആലോചിച്ചതെന്ന് വെച്ചാൽ എന്തിനാണ് ഈ പണ്ടാരങ്ങൾ കിടന്ന് അടി കൂടുന്നത്? ഇവർ ഏ, തർക്കിക്കുന്നതിൽ ഒട്ടുമിക്ക കാര്യത്തിൽ പക്ഷെ ഷഹാദത്ത് കലിമയിൽ തർക്കമില്ല. ഇസ്ലാം ഉം. കാര്യങ്ങളിൽ 5ലും ഈമാൻ കാര്യങ്ങളിൽ 6ലും തർക്കമില്ല. പ്രധാനമായിട്ട് തർക്കമില്ല. ഈ കൈ കെട്ടുന്നതിലും കൈ കെട്ടുന്നത്. അപ്പൊ ഇതിലൊക്കെയാണ് ഞാനിങ്ങനെ തർക്കം. ആലോചിച്ചു, ഞാൻ ഈ നിസ്കാരത്തിന്റെ ഫറളും ഷർത്തും സുന്നത്തും ഇതൊക്കെ നമ്മൾ ഈ സുന്നി മദ്രസിലായോണ്ട് കാണാതെ പഠിച്ച് ഭയങ്കര കുറെ സംഗതി പഠിച്ചാണ്. അപ്പൊ ഈ കൈ കെട്ടും. ഇപ്പൊ തക്ബീറത്തിൽ കയറാം, കൈ എവിടെ കെട്ടണം? കൈ പുക്കളിന്റെ മുകളിൽ കെട്ടണോ, നെഞ്ചിന്റെ മുകളിൽ കെട്ടണോ, അടിവയറ്റിന് താഴെ പിടിക്കണോ എന്നുള്ളതാണ് ഇവരുടെ തർക്കം. അതെ. നെഞ്ചിന്റെ ശരിക്കും അത് മുകളിലോട്ട്. തന്നെ ആ നിർബന്ധമില്ലല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചത് കെട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? തക്ബീറത്തിൽ കയറാം, അള്ളാഹു അക്ബർ എന്ന് കൈ താഴ്ത്തിയിട്ട് നിസ്കാരം ശരിയല്ലേ? ഇത് സുന്നത്തല്ലേ? അതെ. ഇങ്ങനെ നോക്കുമ്പോ തറാവീഹിന്റെ എണ്ണം സുന്നത്തിലാണ് തർക്കം. എന്തിനാണ് ഇവർ ഈ കിടന്നിട്ട് തല്ലുകൂടുന്നത് എന്നുള്ളൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മിനിറ്റ്, ഒരു കോൾ കൂടി ഓക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. പറയും. അപ്പോ അങ്ങനെ നമ്മള് അതിനിടയിൽ ഞാൻ ഇവരുടെയൊക്കെ കേൾക്കുമായിരുന്നു കേട്ടോ. ആ നമ്മളെ സംബന്ധിച്ച് യഥാർത്ഥ മുസ്ലിം ആവുക, ആം, ചുറ്റും നടക്കുന്ന ബഹളങ്ങളിലും ഈ തഖ്വയില്ലാത്ത മനുഷ്യന്മാര് കാട്ടിക്കൂട്ടുന്ന കോപ്രായൊന്നും കാര്യാക്കണ്ട, നമ്മൾ നമ്മളെ ദീനുമായിട്ട് പോകാന്നുള്ളതായിരുന്നു എന്റെ ഒരു നിലപാട്. ഉം അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാത്തരം ആൾക്കാരുടെ വയലും കേൾക്കും, പ്രസംഗം കേൾക്കും, പുസ്തകങ്ങൾ ഉം വായിക്കും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഇടയിൽ ഇവർ തമ്മിലുള്ള തർക്കത്തിലേക്ക് നമ്മൾ ശ്രദ്ധ വരുന്നു. ഈ തർക്കത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഇതിൽ വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഭാഗവും കേൾക്കുന്നത്. അതെ അതെ. അങ്ങനെ കേൾക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് മനസ്സിലായി ഇവന്മാര് നല്ല നുണ പറയും. ഉം വലിയമാര് നല്ല നുണ പറയും. അതെ. വാദം ജയിക്കാൻ വേണ്ടി നുണ പറയും. മറ്റുള്ളവനെ പരിഹസിക്കും. അയാൾ പറയാത്ത കാര്യം അയാൾ പറഞ്ഞു എന്ന് ക്ലിപ്പ് ചെയ്യും. ഉം ഇങ്ങനെ പല കലാപരിപാടിയും ചെയ്യണം. അപ്പൊ ഞാൻ ആലോചിച്ചു, അള്ളാന്റെ ഖുർആനും കൈ പിടിച്ചിട്ട് അള്ളാന്റെ ദീനിനെന്നും പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് പൈസയും പിരിച്ച് സ്റ്റേജ് കെട്ടിയിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഒരിക്കലും മതപരമായിട്ട് ഇപ്പൊ ഏഷണി, പരദൂഷണം, ആളുകളെ അപമാനിക്കൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം, അതിന്റെ വക്താക്കൾ എങ്ങനെയാണ് ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത് എന്ന്. അങ്ങനെ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവുന്നത് ഇവർ ഖുർആനിൽ തിരിമറി കാണിക്കും. ഖുറാനിൽ തന്നെ തിരുവറി ഖുർആനിൽ കാണിക്കും. ഖുർആൻ ആയത്ത് ഇപ്പൊ ഒരു ഒരു വാദം ജയിക്കാൻ വേണ്ടി ഖുർആൻ വചനത്തിന്റെ അർത്ഥമോ ഒരക്ഷരമോ ഒരു ഹർക്കത്തൊക്കെ മാറ്റി കളിക്കുവര്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ കിളി പോയ സാധനം നാദാപുരം കണ്ണനം എന്ന് പറഞ്ഞ ഒരു 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 എന്താ പറയാ വാദപ്രതിവാദ പരമ്പര ഉണ്ട്. ആ അത് നമ്മുടെ മുജാഹിദ് എന്താ പറയുക ഹുസൈൻ സലഫിയും പേരട അബ്ദുറഹ്മാൻ സഖാഫിയാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഇസ്തിഗാസ, ആ പ്രബലമായിട്ടുള്ള എല്ലാ അതെ. തർക്ക വിഷയങ്ങളും വന്നിട്ടുണ്ട് അതിനകത്ത്. ഉം ഉം അപ്പൊ ഈ സാധനം ഞാൻ കേട്ടിട്ട് പേരോട് ക്ലിപ്പ് ചെയ്യുന്നതും അതിന് മറികടക്കാൻ വേണ്ടി ഹുസൈൻ സലഫി വെല്ലുവിളിക്കുന്നതും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്നതും തെറി പറയുന്നതും നുണ പറയുന്നതും ഒക്കെ കേട്ടു. തെറി മീൻസ് നമ്മളെ സംബന്ധിച്ച് അന്ന് ആ തെറിയായിട്ട് അതെ തോന്നുന്ന കാര്യം. അതെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഹുസൈൻ സലഫി എന്ന് പറഞ്ഞാൽ ഇപ്പം മുജാഹിദുകളുടെ കൂട്ടത്തില് അഗ്രഗണ്യനായിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അതെ അതെ. വെറുതെ വിടുവായത്തം പ്രസംഗിക്കുന്ന മൂല്യന്മാരുടെ അപ്പുറത്തേക്ക് കുറച്ച് പാണ്ഡിത്യമുള്ള ആള് എന്ന് വിചാരിക്കുന്ന ആളാണെന്ന്.
ഉം, ഉം. ഇപ്പുറത്ത് പേരട് അബ്ദുൽ സഖാഫി എന്ന് പറഞ്ഞാല് കേരളത്തിൽ അറിയപ്പെടുന്ന സുന്നി പ്രഭാഷകരിലെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ്. അതെ. ഈ മൂത്ത മുദീറുകളുടെ കഥ ഇതാണെങ്കിൽ ഇവരെ നമ്പി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈമാന് തുരുമ്പിന്റെ അതായി പോകും എന്ന് എനിക്ക് തോന്നുകയാണ്. ഏ, അപ്പൊ ഇതിന്റെയൊക്കെ വസ്തുത എന്താണ് പഠിക്കാൻ വേണ്ടി നമ്മൾ സ്വയം പരിഭാഷകളും തഫ്സീറുകളും ഹദീസ് ഗ്രന്ഥങ്ങളും ഒക്കെ വായിക്കാൻ തീരുമാനിക്കുകയാണ്. സ്വതന്ത്രമായ പഠനത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. പിന്നെ നിങ്ങളിപ്പോ പോയ വഴി കൂടെയാണ് ഞാൻ പൊക്കോണ്ടുള്ളത്. ഡോണ്ട് വറി, കറക്റ്റ് സമയത്ത് നിങ്ങൾ കറക്റ്റ് വഴിയിലെത്തും. അതെ. അത് ഞാൻ കൊറേ യൂട്യൂബ് ചാനൽ ഞാൻ ഇതുവരെ ഒരു യൂട്യൂബറോട് സംസാരിച്ചിട്ടില്ല. നിങ്ങളെ ഉം, യൂട്യൂബർ എന്ന ലെവലിലല്ല. ഉം, പക്ഷെ ഞാൻ പല വീഡിയോസും പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉം. പക്ഷെ എവിടേക്കോ ഞാൻ ചിന്തിക്കുന്ന വഴിയിലൂടെയാണ് നിങ്ങളെ വീഡിയോസ് കണ്ടത്. അതാ ഞാൻ നിങ്ങളെ തന്നെ വിളിക്കാൻ ആ കാരണം. അത് ഇതുകൊണ്ടായിരിക്കും നമ്മൾ ഏറെക്കുറെ, അതായത് ഇതിൽ ആത്മാർത്ഥമായി നിൽക്കുകയും ആത്മാർത്ഥമായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഈ വഴി വേർപിരിയൽ അല്ലെങ്കിൽ ഈ ഒരു പുറത്തോട്ടുള്ള വഴി എന്ന് പറയുന്നത് ഏകദേശം സമാന യാത്രയായിരിക്കും. ആ. അത് ഏറെക്കുറെ എല്ലാവർക്കും എന്റെ വലിയതിൽ നിന്നൊരു പ്രസന്റേഷൻ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഒരുപാട് ആളുകൾ അത് പറഞ്ഞതും അത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതേ സാധനത്തിന് വേറൊരു വേർഷനാണ് ഇപ്പൊ ഞങ്ങളോട് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ മതം എന്ന് പറയുന്ന ഈ ചട്ടക്കൂടുണ്ടല്ലോ, അതായത് ഉം, ഇപ്പം മുസ്ലിം ഹിന്ദു തുടങ്ങിയിട്ടുള്ള നമ്മൾ അതുവരെ പഠിച്ചത് മുസ്ലിങ്ങൾ മാത്രം സ്വർഗത്തില് ഉം, ഷഹാദത്ത് കലിമ ഖുർആൻ നമ്മൾ സ്വതന്ത്രമായി പഠിക്കുന്ന സമയത്ത്, അതായത് ദൈവത്തെ മുൻനിർത്തി ഖുർആൻ സ്വതന്ത്രമായി പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് പുറത്തു കടക്കും. നമ്മൾ ദൈവമാവും, മതങ്ങൾ പതിയെ മാഞ്ഞു പോകും. ഞാൻ ഉദാഹരണം പറയാം. അങ്ങനെ ഉം. എനിക്ക് തോന്നിയ ഘട്ടത്തില് എനിക്ക് അന്ന് ഓർക്കുട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് ഞാൻ എടുത്തൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം. എനിക്ക് അധികം ആൾക്കാരൊന്നുമില്ല, ആകെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ആകെ ഒരു 60 പേരോ ഒക്കെ ഉള്ളൂ. ഉം. അപ്പൊ ഞാൻ എന്റെ ഒരു സംശയം ഞാൻ അതിൽ ഇടുകയാണ് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥങ്ങൾ എന്താ പഠിച്ചത്? അല്ല 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 എന്ന് പറയുന്നത് അള്ളാഹു അല്ലാതെ ആ, ഇലാഹില്ല എന്നല്ലേ? ഇലാഹില്ല. അല്ലെ? അതെ. ആ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന്റെ അർത്ഥം അറബി തൊടിയിക്കാതെ പച്ച മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാവും മലയാളത്തിൽ ഒന്ന് പറയാൻ പറഞ്ഞു. അത് ഉം, ആരെങ്കിലും അറിയണവർ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഉം. അത് ഞാനൊരു ഒരു എക്സ്പെരിമെന്റ് ആണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് അറിയാൻ വേണ്ടി. നിങ്ങളോട് പറയാ, തെറിയുടെ പൂരം. അതുവരെ എന്റെ ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് ഇട്ട് ആരും കാണാത്ത പോസ്റ്റുകൾ എനിക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിശ്വാസിയാണ്. എനിക്കിതൊന്നും ഉം, മുർത്തദ്ദായി നിന്ന് സമരത്തിൽ നിൽക്കുന്ന ആളൊന്നുമല്ല. ഉം, നമ്മൾ വിശ്വാസിയായി കുടുംബമായി എല്ലാവരോടും കൂടെ ജീവിച്ചു നടക്കുന്ന സമയത്താണ് ഈ പ്രശ്നം. ഉം. അപ്പോ ഭയങ്കരമായ അധിക്ഷേപം, അക്രമം, അനക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ നോക്കടാ, നാ പൂ കാ ഒക്കെ വന്നു. ഒക്കെ ആൾക്കാര് ഒക്കെ കൗമാണ്. അനക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ടൊന്നല്ല, ഇജ്ജ് അങ്ങനത്തോനാണ് ഇങ്ങനത്തോനാണ്. ഏ, അനക്ക് അറിയണമെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണം, ഫേസ്ബുക്കിലല്ല വലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോരം. അവസാനം എന്റെ വീട്ടുകാര്, കുടുംബക്കാര്, കൂട്ടുകാര് എല്ലാരും പ്രഷർ ചെയ്തു. ലാസ്റ്റ് ഞാന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. മീൻസ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഓക്കെ. നിനക്ക് ഒരാൾ ഉത്തരം തന്നില്ല. എന്നിട്ട് പിന്നെ അതിന് പുറമെ എനിക്ക് പിന്നെ പിന്നെ ഫേസ്ബുക്കിലും അതും ഇതൊക്കെ ഇങ്ങനെ പല പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ പിന്നെ അടുത്ത സംശയം ചോദിക്കും. എന്റെ മനസ്സിൽ ഈ ലായിലായുള്ളതിന്റെ ചോദ്യം നിന്നു. അപ്പൊ ഞാൻ അന്ന് അതിന് കൊടുത്ത അർത്ഥം എന്താ അറിയോ? ഏ, ദൈവത്തിനെ അല്ലാതെ ആരാധിക്കരുത് എന്നാണ്. അല്ലെങ്കിൽ ഈ ഏറെക്കുറെ അതാണ് അതിന്റെ ആണ് അർത്ഥം. അർത്ഥം. ആ. പക്ഷെ അങ്ങനെ അർത്ഥം വെച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ എന്തിനു മതം? ഇതിന് പ്രശ്നം വരും. ഇപ്പൊ ഒരു മതം ഏതോ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാള് ഉം, ആ ദൈവത്തിനല്ലാതെ ആ ദൈവത്തിന്റെ മുമ്പിലല്ലാതെ കുമ്പിടില്ല, തല കുനിക്കില്ല എന്ന്, അല്ലെങ്കിൽ അയാളോട് മാത്രമേ വിധേയപ്പെടൂ. ഞാൻ അതിന് അങ്ങനെ അർത്ഥം കൊടുത്തത്. ആരാധനയ്ക്ക് അപ്പുറത്തേക്ക് ദൈവത്തിനോട് മാത്രമേ വിധേയത്വം ഉണ്ടാവുള്ളൂ ഉം, എന്നൊരർത്ഥം കൊടുത്ത് നിങ്ങളും സങ്കല്പിച്ചു നോക്കുകയും. ആത്മാഭിമാന ബോധമുള്ള മനുഷ്യന്മാര് അല്ലേ, ഒരു ഉം. സാമാന്യമായിട്ട് നന്മയിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ, ഇത്രേ ഉള്ളൂ. ഉം. അങ്ങനെ അതെ. വരുമ്പോ അത് ക്രിസ്ത്യാനിയിലായാലും ഹിന്ദുവിലായാലും മുസ്ലിമിലായാലും ഒക്കെ വരൂലേ? വരും. അത് പ്രശ്നമായി. അങ്ങനെ 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 മുന്നോട്ട് പഠിച്ച് പഠിച്ച് പോകണ്ടോ? അല്ല, അങ്ങനെ ഇതിൽ ഞാൻ ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ. ഉം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ലെവലിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അതായത് ലാ ഇലാഹ ഇല്ലെന്ന് പറഞ്ഞാല് ഉം, ദൈവത്തിനല്ലാതെ നിങ്ങൾ അർത്ഥം ഉം, പറഞ്ഞില്ലേ? ഉം, അങ്ങനെ എക്സാക്ട് എന്നല്ല, പക്ഷെ ഉം, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഉം, അപ്പം ഈ ഇപ്പൊ ഖുറാനിലാണെങ്കിലും സഹീഹുൽ ഹദീസിലാണെങ്കിലും ഈ ഉം, നിസ്കാരം നോയമ്പൊക്കെ ഇല്ലേ? ഉം. അപ്പൊ അതിനെങ്ങനെയാ നിങ്ങള്
അതിലേക്കാണോ നിങ്ങൾ വരുന്നതെന്ന് അറിയില്ല. ഇല്ല, ഇതൊക്കെ ചിന്തയാണ്. ഇതൊക്കെ ഏഹ്, നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് ചിന്തിക്കും. ഏഹ്, ഇതൊക്കെ പഠിച്ചോനെ ഇബിലീസ് തോന്നിപ്പിക്കണതാണെന്നുള്ള പേടി ഉണ്ടാവും. നമ്മള് അസ്താഫുറുള്ള ചൊല്ലും. പലപ്പോഴും മാസത്തിലൊരു തൗബ ചെയ്യും. ഏഹ്. അങ്ങനെയാണ് പോണേ. കാരണം ഇതിലൊന്നും കൺഫർമേഷൻ ഒന്നും ഇല്ലല്ലോ നമുക്ക്. അതെ, അതെ, അതെ. അപ്പൊ അങ്ങനെ പോകും. നമ്മൾ നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രാർത്ഥനകളുണ്ട്. ഹിദായത്ത് ഉറപ്പിക്കണം എന്നുള്ള പ്രാർത്ഥനയിലേക്ക് മാത്രമായിട്ട് എന്റെ പ്രാർത്ഥനകൾ ഞാൻ ചുരുക്കി. ഉം, കാരണം എനിക്ക് ഇതിൽ ക്ലാരിറ്റി വരണമായിരുന്നു. ഉം. അങ്ങനെയുള്ള അന്വേഷണത്തിന്റെ ഇടയിലാണ് നമ്മൾ സാമൂഹിക വിഷയങ്ങള്, രാഷ്ട്രീയ വിഷയങ്ങള്, സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങള്, ഇതിലൊക്കെയുള്ള കാര്യങ്ങള്. അതിൽ എന്റെ ശ്രദ്ധ ഉടക്കിയ വേറെ ഒരു പ്രധാനപ്പെട്ട വിഷയം സ്ലേവറി ആയിരുന്നു. ആ, ആ. സ്ലേവറിയിൽ ഉടക്കുമ്പോ ഞാൻ അതുവരെയുള്ള നമ്മളുടെ ഈ വ്യാഖ്യാന കസർത്തുകൊണ്ട് നമ്മൾ സങ്കല്പിച്ചിരുന്നത്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അടിമ വിമോചകനായിട്ടുള്ള മുഹമ്മദ് നബീനെയാണല്ലോ. അതെ, പക്ക അതെ, അതെ. റക്കബുണ്ട്. അപ്പോ നമ്മൾ നബിദിനത്തിലൊക്കെ മുദ്രാവാക്യം വിളിച്ചിരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ, ഏഹ് അപ്പോ ഇതിനപ്പുറത്തേക്ക് നമ്മൾ അടിമത്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഹദീസിലും ഖുർആനിലും ഫിഖ്ഹ് ഒക്കെ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോ ഫിഖ്ഹിലൊക്കെ കാണുന്ന കേട്ടിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അന്ന് ദൈവിക നിയമമായിട്ട് അതിനെ വിസ്തരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അടിമത്ത മോചനം എന്ന് പറയുന്ന സംഭവം ഇസ്ലാമിൽ ഇല്ല. അടിമത്ത വ്യവസ്ഥിതിയെ ലെജിറ്റിമൈസ് ചെയ്ത ഒരു ഒരു സ്- ഒരു ഒരു ഇതാണ്, ഒരു നിയമസംഹിതയാണ് ഇസ്ലാം എന്നൊരു തിരിച്ചറിവ്. അതൊരു ഷോക്കായിരുന്നു എനിക്ക്. അതാണ് എനിക്ക് ഉം. കിട്ടിയ ഫസ്റ്റ് ഷോക്ക്. മറ്റതൊക്കെ നമ്മളെ തോട്ട് എക്സ്പെരിമെന്റ് ആണ്. അല്ല, ഇതിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഉം. നിങ്ങൾക്ക് ഞാൻ ഇടക്ക് ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബുദ്ധിമുട്ടാകുന്നില്ലല്ലോ, മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്ന കേട്ടോ. ഉം. അപ്പൊ ഈ ആദ്യം മദ്യപാനം ഹറാമായിരുന്നില്ലല്ലോ. ഉം. അപ്പൊ നിസ്കാരത്തില് പല ആൾക്കാരും കുടിച്ചിട്ട് നിസ്കരിച്ച് താഴെ വീഴുന്ന സന്ദർഭത്തിലാണ് മുഹമ്മദ് നബി ആദ്യം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കഴിക്കരുത്, ഉം. ഇങ്ങനെ പതിയെ പതിയെ ഓരോ സിറ്റുവേഷനിലും കഴിക്കരുത് ഒഴിവാക്കിയാണ് അവസാനം മൂപ്പരെ തോട്ടിൽ വന്നത്. ഉം. ഇത് കഴിക്കുന്ന 90% ആൾക്കാർക്കും ഇത് ഉം. എന്താ വെച്ചാൽ സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ല. ഉം. ഇപ്പൊ 10% ആൾക്കാർക്ക് മാത്രമേ ഇത് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. ഉം. അതായത് ഉം. കുടിച്ചാലും അത് കൺട്രോൾ ചെയ്ത് ബിഹേവ് ചെയ്ത് നടക്കാൻ പറ്റുള്ളൂ. ഉം. അപ്പൊ വെറും 10% ഉള്ളവരെ ആക്ക് വേണ്ടി ഇത് ഹലാലാക്കുന്നത് ശരിയല്ല എന്നുള്ള തോട്ടിലാണ് ഹറാമാക്കിയതെന്നാണ് ഉം. ഞാൻ പഠിച്ച എന്റെ ഒരു രീതിയിലുള്ള ഒരു അങ്ങനെയൊന്നുമില്ല, അന്വേഷണത്തിൽ അങ്ങനെയൊന്നുമില്ല. മനസ്സിലായത്. ഞാനും അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഉം, ഘട്ടം ഘട്ടമായിട്ടുള്ള നിരോധനല്ലേ. ഒരു അതെ. ഒരു സോഷ്യൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുള്ള ഒരു സാധനം പെട്ടെന്ന് പിന്നെ നിരോധിക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ട് ആ, അസസ്മെന്റ് അതെ. നടത്തിയിട്ട് ചെയ്യുന്നത്. സത്യത്തില് അങ്ങനെ ഒരു സാധനം ഈ അടിമത്തത്തിലില്ല. ഇല്ല. ഞാൻ ഇതൊക്കെ അതായത് അന്നത്തെ കാലത്ത് കിട്ടാവുന്ന എല്ലാ ന്യായങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഉം, ഉം, പറഞ്ഞിട്ടുണ്ട്. ഉം, ഉം, ഞാൻ തന്നെ എന്റെ മനസ്സിനോട് പറയുമല്ലോ. നമ്മൾ ഈ ഉം, ഒരു ഷോക്കിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി നമ്മൾ തന്നെ ഇതിനൊക്കെ ന്യായം കണ്ടെത്താൻ ശ്രമിക്കും. അന്ന് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും കിട്ടാവുന്ന എല്ലാ ന്യായങ്ങളും എടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉസ്താദുമാരോട് ചോദിക്കും. നമുക്ക് പരിചയമുള്ള ബന്ധമുള്ള അറിയാവുന്ന കോണ്ടാക്ട് ഉള്ള രഹസ്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരോട് ഇതൊക്കെ ചോദിക്കും. ഏ, അപ്പൊ അവരൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾ കേട്ട് തഴമ്പിച്ചിട്ടുള്ള ന്യായങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്നും എന്റെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു എന്താ പറയാ, നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ സങ്കല്പിക്കുകയും നമ്മൾ മറ്റു മനുഷ്യരെ, സഹജീവികളെ നമ്മളുടെ അതേ സഹോദര തുല്യമായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്ന നോക്കുമ്പോൾ നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന മറുപടികളല്ലായിരുന്നു. ഇപ്പോ അത് മോചിപ്പിക്കാൻ പറഞ്ഞില്ലേ, അതേപോലെ അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പറഞ്ഞില്ലേ. കാരണം ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ ആ, പാരിൽ നിന്ന് അതെ, എന്നതിന് നമ്മൾ ഉപന്യാസം എഴുതിയിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ആ ആ നമ്മക്ക് അടിമകളാണെങ്കിലും സഹോദര എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് നമ്മൾ കഴിക്കുന്നതിന് കൊടുക്കും, നമ്മൾ ഉടുക്കുന്നതിന് കൊടുക്കും. സ്റ്റിൽ നമ്മൾ സ്ലേവറി എന്നുള്ള സ്റ്റാറ്റസ് അപ്പോഴും ഈ പറയുന്ന എല്ലാ ന്യായങ്ങളും സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റത്തിനെ ന്യായീകരിക്കുന്ന ന്യായങ്ങളാണ്. ഇപ്പൊ ഇസ്ലാം സ്ലേവറിയിൽ അല്ലെങ്കിൽ ഉം, സ്ലേവുകളോട് കാണിച്ചുള്ള എന്ത് ഉദാര സമീപനത്തെ പോസിറ്റീവായിട്ട് പറയാൻ ശ്രമിക്കുന്നവരും ഇസ്ലാം അംഗീകരിച്ച സ്ലേവറി എന്ന് പറഞ്ഞ സിസ്റ്റത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് നിരോധിച്ചിട്ടില്ല എന്ന തെറ്റിനെ മറച്ചു പിടിക്കാനാണ് പറയുന്നത്. അതാണ് ശരിക്കും എന്റെ ഈമാൻ നുള്ളിപ്പൊളിച്ച സാധനം. അവിടുന്ന് പിന്നെ അപ്പൊ ഞാൻ ഇതിനെ ഈ അടിമത്തത്തിലേക്ക് വരുന്നതോടുകൂടി ഇതൊരു സോഷ്യൽ പൊളിറ്റിക്കൽ സാധനമായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. ഉം, അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം ഇവോൾവ് ചെയ്ത് വന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതം, അന്നത്തെ സോഷ്യൽ സ്ട്രക്ചർ, അത് നമ്മൾ പഠിച്ചു പോയപ്പോ
ഇതിനേക്കാളും ഞെട്ടിക്കുന്ന സാധനങ്ങൾ പലതും പുറത്തോർത്ത് വന്നു. അതായത് ഇവർ ഈ പറയുന്ന പോലത്തെ നമ്മളെ പഠിപ്പിക്കപ്പെട്ടതുപോലത്തെ ഒരു ജാഹിലിയ സാധനം നല്ലത്. ആ കാലഘട്ടത്തില് ആ പരിമിതികളൊക്കെ ഉള്ള ഒരു ജനസമൂഹം, അതേ സമയത്ത് അവര് എന്താ പറയാ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു ജനസമൂഹമായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് അതിന് നമ്മൾ ഈ ചെറിയ വര വലിയ വര എന്ന് ഞാൻ പറയാറുണ്ട്. അതായത് അന്ന് ഭയങ്കര മോശമായിരുന്നു എന്ന് ഇന്നത്തെ നന്നാക്കാൻ വേണ്ടി പറയും. നമ്മളെ നാട്ടിൽ പറയൂലേ ഈ നമ്മുടെ ഒരു മാവേലി നാടുവാണിടും കാലം അതൊരു സംഭവമായിരുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ മോശമാണെന്ന് വരുത്തി തീർക്കാനാണ്. അല്ലെങ്കിൽ ഇന്ന് മോശമായിരുന്നു, ഇതിനേക്കാൾ ബെറ്റർ ഒരെണ്ണം മുമ്പുണ്ടായിരുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സാധനം ഇസ്ലാമിന്റെ കാര്യത്തിൽ വരുന്നത്. അങ്ങനെയൊന്നുമില്ല. അവിടെ ഇപ്പൊ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കഴുത്തറുക്കുന്ന കേസ് ഇവിടെ എപ്പോഴില്ലേ നമ്മുടെ നാട്ടില്? മനുഷ്യബലി നടന്നിട്ടില്ലേ? ഇതിനെ വെച്ചിട്ട് ഇതിനെ കോട്ട് ചെയ്തിട്ട് കേരളം എന്ന് പറഞ്ഞാൽ മനുഷ്യബലി നടന്നിരുന്ന ഒരു പിന്നെ എല്ലാ മനുഷ്യന്മാരും ഇത് ചെയ്യുന്ന ആൾക്കാരായിരുന്നു എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു ആക്ഷേപം മാത്രമാണ് ഈ പെൺകുട്ടികളെ കുഴിച്ചുമൂടലൊക്കെ. അങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അന്ധവിശ്വാസം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോ അതിനപ്പുറത്തേക്ക് അത് ആ സമൂഹത്തിൽ പൊതുവായിട്ടുള്ള ഒരു സാധനം ഒന്നല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ സഹാബിമാർക്ക് ഇങ്ങനെ 8ഉം 10ഉം കെട്ടാൻ അവിടെ പെൺകുട്ടികൾ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഇസ്ലാം വന്നിട്ട് ജനിച്ച കുട്ടികൾ മാത്രമൊന്നല്ല ഇവർ കല്യാണം കഴിച്ചത്. അപ്പോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയപ്പെടുന്ന എന്താ പറയാ മതസ്വാതന്ത്ര്യം ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഫാർ ബെറ്റർ ആയിരുന്നു നമുക്ക് മനസ്സിലാവും. പിന്നെ നോക്കുമ്പോൾ ഇത് ഇവോൾവ് ചെയ്ത് വന്നത് മുഹമ്മദ് നബീന്റെ വല്ലിപ്പാന്റെ കാലം തൊട്ട് മക്കയുടെ അധികാരവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങള്, അവർ തമ്മിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങള്, ഖദീജയെ കല്യാണം കഴിക്കുന്നത്, മീൻസ് അബ്ദുൽ മുത്തലിബിന്റെ കഥ, അബ്ദുള്ളയുടെ കഥ, മുഹമ്മദിന്റെ കഥ, ഇങ്ങനെ പറഞ്ഞു പോയ ഖദീജനെ കല്യാണം കഴിക്കുന്നതിന് നുബുവത്ത്, അതൊക്കെ കഴിഞ്ഞ് ഹിജ്റ കഴിഞ്ഞിട്ടുള്ള ഇസ്ലാമിന്റെ ചരിത്രം കൂടി വായിക്കുമ്പോൾ ഇതൊരു ബാഹുബലി കഥയാണ്. അന്ന് നമുക്ക് ബാഹുബലി സിനിമ ഒന്നും കണക്ട് ചെയ്യാനില്ല. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു ബാഹുബലി കഥയാണത്. അപ്പൊ അതിനു വേണ്ടി മതത്തെയും ദൈവത്തെയും ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരു കുന്ത്രാണ്ടം ഇല്ല എന്ന് മനസ്സിലായി. അതിനിടയിലാണ് ഞാൻ സൗദിയിൽ പോയി പെടുന്നത്, മദീനയിൽ പോയി പെടുന്നത് ഒരു 3-4 മാസം. അപ്പൊ പിന്നെ പൊളിറ്റിക്കലായിട്ടുണ്ടായിരുന്നതിന്റെ ഭൂമിശാസ്ത്രപരമായ സംശയങ്ങളും കൂടി അവിടെ വെച്ച് തീർന്ന് അവിടെ നിന്നാണ് ശരിക്കും ഞാൻ മുർത്തതാണ് മദീനിന്ന്. അങ്ങനെയാണ് ഇതിന്റെ കഥ. അപ്പൊ സ്ലേവറി ഉണ്ട്, അടിമത്തമുണ്ട്, മീൻസ് അടിമത്തമുണ്ട്, സ്ത്രീകളോടുള്ള വിവേചനം ഉണ്ട്. ഇതിനൊക്കെ ഞാൻ ന്യായീകരിച്ചിരുന്നു കേട്ടോ. ഇതിന് എന്റെ അടുത്ത് ഈ ഉസ്താദുമാരുടെ ന്യായം നിൽക്കാത്തതിന്റെ കാരണം വെച്ചാൽ ഇവർ ഈ പറയുന്നേക്കാളും നല്ല വൃത്തിയായിട്ട് എനിക്കിതിനെ ന്യായീകരിക്കാൻ അറിയാം. പക്ഷെ അത് വെറും ന്യായീകരണമാണെന്നും അറിയാം. അതുകൊണ്ടാണ് ഈ അടിമത്തൊന്നും ന്യായീകരിക്കാൻ ആൾക്കാർക്ക് വന്നിട്ട് നിൽക്കാൻ പറ്റാത്ത എന്റെ അടുത്ത്. അതാണ് ഈ ഖുറാനൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയത്. ഇതെല്ലാം ഇത് മറ്റെല്ലാ മതങ്ങളും പോലെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു മതമാണ്. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും ആധുനികമായിട്ടുള്ള മതം, മീൻസ് ഏറ്റവും പഴക്കം കുറഞ്ഞ മതമായിട്ട് പോലും ഏറ്റവും വലിയ ഹിംസാത്മകത അതിനകത്തുണ്ട്. വന്യമായിട്ടുള്ള ഹിംസാത്മകത ഉണ്ട്. അത് ഭയങ്കര അപകടമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് എന്തൊക്കെ കാരണത്തിലാണ്? ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവന്റെ ബോധ്യങ്ങളിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അല്ലേ ഒരു മനുഷ്യന് വേണ്ടത്? അത് മുഹമ്മദിന് മക്കയിൽ ആവോളം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അബൂ താലിബിന്റെ കൂടെയുള്ള മുഹമ്മദിന്റെ ജീവിതം എന്ന് പഠിച്ചാൽ മതി. സീൽഡ് നെക്ടർ എന്നൊരു പുസ്തകമുണ്ട്. അതില് വളരെ ചുരുക്കി എന്നാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. അബൂ താലിബിന്റെ വീട്ടിൽ അബൂ താലിബിന്റെ സംരക്ഷണയിൽ ജനിച്ച് ജീവിച്ച മുഹമ്മദ് വിവാഹശേഷവും നുബുവത്തിന് ശേഷവും അബൂ താലിബിന്റെ സംരക്ഷണയിൽ എങ്ങനെയാണ് അബൂ താലിബ് അബ്ദുൽ മുത്തലിബ് കുറച്ച് കഴിഞ്ഞപ്പോ മരിച്ചു. ചെറുപ്പത്തിലാണ് അബ്ദുൽ മുത്തലിബ് എടുത്ത് വളർത്തുന്ന വല്യപ്പ. നുബുവത്ത് കിട്ടുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് ഇല്ലല്ലോ, ഇല്ലാന്നാണ് എന്റെ അറിവ്. അല്ല, മൂപ്പര് മരിക്കുമ്പോ ഷഹാദത്ത് പറയാനൊക്കെ അത് അബൂ താലിബിനോടാണ്. അബൂ താലിബിനോടാ? മുത്തലിബിനോടല്ല. മുത്തലിബിനോടല്ലേ? അബൂ താലിബിനോടാണെന്നാണ് എന്റെ അറിവ് കേട്ടോ. ചിലപ്പോ ഞാൻ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. അത് ഞാൻ പറയുന്നത് അബൂ താലിബിന്റെ കഥയാണ്. അബൂ താലിബിന്റെ അടുത്തേക്കാണ് ഈ ഖുറൈശികളൊക്കെ വന്നിട്ട്
മുഹമ്മദിനെ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെടുന്നത്. ആ ആ നിങ്ങൾ സീൽഡ് നെക്ടറിൽ ആ ഭാഗം ഒന്ന് വായിച്ചാലും മനസ്സിലാവും. അവിടുന്നാണ് ആ മക്കയിലാണ് മുഹമ്മദ് സൂറത്ത് തൗബയിലെ 5-ാം വചനം ഇറക്കുന്നത്, 4 മാസത്തെ അവധി കൊടുക്കുന്നത്. ആ പട്ടാളക്കാർക്ക് പട്ടാളക്കാരൊന്നുമില്ല. അല്ലേ 4 മാസത്തെ അവധി 4 കൊടുക്കുന്നത്? മാസം അത് വേറെ, സോറി അത് അത് ഉമർ പറഞ്ഞ സോറി സാധനം, സോറി അത് സോറി ഉമർ സോറി അലിയ പറഞ്ഞ സംഭവം സാധനം. മാറ്റർ മാറിപ്പോയി. സോറി സോറി അത് വേറെ. സോറി. ആ 4 മാസം അവധി പറഞ്ഞാൽ 4 മാസത്തെ അവധി പ്രഖ്യാപിച്ചിട്ട് ആ മുസ്ലിം ആവുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്ന ഓ അൾട്ടിമേറ്റം കൊടുക്കുന്നത് അവിടെയാണ്. നമ്മൾ അബൂ താലിബിന്റെ കൂടെയുള്ള മുഹമ്മദിന്റെ ജീവിതവും അല്ല മുഹമ്മദ് ഞാനൊരു മക്കൾക്ക് ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പൊ ഉം, ഈ നമ്മൾ ഈ ക്രിസ്ത്യാനികളാണോ ജൂതന്മാരാണോ എനിക്കറിയില്ല, ഉം. അവർക്ക് നിസ്കരിക്കാൻ വഴി കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ഹദീസ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. നിസ്കരിക്കാന് അതായത് പള്ളിയില് ഉം, ക്രിസ്ത്യാനികളാണോ ജൂതന്മാരാണോ എനിക്കറിയില്ല, ഉം, അവരെന്തോ ഒരു ആചാരം, നിസ്കാരം ഉം. പോലത്തെ ഒരു ആചാരം, മുഹമ്മദ് അത് നബീന്റെ ചെയ്യാൻ അടുത്തേക്ക് വേണ്ടി സ്ഥലം കൊടുത്തിരുന്നു എന്ന് ഞാൻ ഏതോ ഹദീസിൽ മുഹമ്മദ് വായിച്ചിട്ടുണ്ട്. നബീന്റെ അടുത്തേക്ക് ഒരു പ്രതിനിധി സംഘം വന്നപ്പോൾ നിസ്കരിക്കാൻ പള്ളി ഒഴിഞ്ഞു കൊടുത്തു എന്നുള്ളതല്ലേ? അങ്ങനെ ഇതൊക്കെ കറക്റ്റ്. ഡിപ്ലോമാറ്റിക് സാധനങ്ങളല്ലേ? അതെ ഞാൻ അങ്ങനത്തെ പറയുന്നത് മക്കൾക്ക് ഞാൻ 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതായത് ഒന്ന്, അബൂ താലിബിന്റെ മരണം വരെയുള്ള മുഹമ്മദിന്റെ പ്രബോധനം ഉം, മക്കയില്. ഉം. മക്കം ഫത്ഹിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ, മക്കയിൽ മുഹമ്മദ് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ. ഇതാണ് ഇപ്പൊ ഒരു ജനത. അല്ല ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഉം, സംശയമാണ്, നിങ്ങൾ ഉം. എങ്ങനെ വേണേലും അത് എന്റെ തെറ്റാണെങ്കിൽ നിങ്ങൾ അല്ല, പറഞ്ഞു അങ്ങനെ തരണം. തന്നെയാണ്. അതായത് അതെ. നമ്മൾ ഇങ്ങനെ ഈ സംശയത്തിന്റെ ഘട്ടത്തിൽ ആ നമ്മളുടെ സംശയങ്ങളാണ് തെറ്റ് എന്ന രീതിയിൽ തന്നെ പഠിക്കണം. അതായത് ഇതൊക്കെ ശരിയാവാനുള്ള എല്ലാ സാധ്യതകളും അന്വേഷിക്കണം. ഓക്കെ. ഞാൻ അങ്ങനെയായിരുന്നു. എന്റെ ഈമാന്റെ അവസാനത്തെ കണികയും മുറിയുന്നവരെ ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണേ പഠിച്ചവനെ. അല്ല ഞാൻ ചോദിക്കാൻ ഇപ്പം ആ, ഇപ്പൊ പറയുമ്പോ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഖുറാൻ മനുഷ്യൻ ഉണ്ടാക്കിയാന്ന ലെവലിൽ എത്തി. ഉം, ഇപ്പം ഈ ഹദീസും ചിലപ്പോ വളച്ചൊടിച്ചതായിരിക്കാം ഉം. അല്ലേ, ചിലപ്പോ ഹദീസൊക്കെ ആണെന്നല്ല, കെട്ടുകഥകളാണ്, കെട്ടുകഥ കെട്ടുകഥ. എഴുതിയുണ്ടാക്കിയ അപ്പൊ ഈ കഥകളാണ്. പല ചരിത്രങ്ങളും അങ്ങനെ ആയിക്കൂടെ ആവാം. അല്ലേ? ഉണ്ട്. അതിന്റെ ഒരു സംശയമാണ് ചിലപ്പോ ഈ കംപ്ലീറ്റ്ലി. ഇപ്പൊ ഞാൻ ചരിത്രങ്ങളും. പറയാം, ഇപ്പൊ ഈ ആ ഖുർആാനും ഇപ്പൊ നമ്മൾ മുഹമ്മദിനെ കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങളില് ആ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത 90% മുഹമ്മദിന്റെ പേരിൽ പിന്നീട് കെട്ടിച്ചേർത്ത് എഴുതപ്പെട്ടതാണ് എന്ന് വേണമെങ്കിൽ വരാം. പക്ഷെ ഓക്കെ. ഗുണല്ലേ? 2 പ്രശ്നങ്ങളുണ്ട് അവിടെ. ഒന്ന്, എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്ന സാധനം ഇതാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മതം. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്തോ അതാണ്, അറിയാത്തത് എന്തോ അതല്ല. രണ്ടാമത്തത്, ഇതിന്റെ സോഴ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇത് തെറ്റായിരുന്നു എന്നും ശരി മറ്റൊന്നായിരുന്നു എന്നുള്ളതിന് നമുക്ക് എന്താ തെളിവ്? അത് നമ്മളുടെ ഒരു എന്തായാലും പറയാ, നമ്മളുടെ ഒരു മോഹാണ്. ഇത് ശരിയായിരുന്നെങ്കിൽ ആ, ഉള്ളൊരു മോഹം. അതെ. അത് ഈമാന്റെ പടച്ചിൽ എന്നാണ് ഞാൻ അതിനെ പറയാ. കേട്ടോ? അല്ല ഈമാന്റെ പടത്തിൽ നിന്നല്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് അല്ല, പറഞ്ഞല്ലോ ഞാൻ ഇതിനെ ഇപ്പൊ എനിക്ക് തമാശയായിട്ട് കാണാൻ പറ്റും. അന്ന് ഞാൻ ഇത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ട് പോയ സാധനമാണ്. ഭയങ്കര ട്രോമ ആയിരുന്നു. നമുക്ക് സമാധാനം പോവും, ഉറക്കം പോവും. എന്താ പഠിച്ചോനെ പറ്റണേ? അപ്പൊ ഞാനൊക്കെ ഈ മദീനത്തെ പള്ളിയിൽ തല തല്ലി കരഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു എക്സ്ട്രീം ലെവൽ കഴിഞ്ഞ ആളാണ്, നമ്മൾ ആ, അതിലേക്ക് എത്തിയിട്ടില്ല അല്ല, ആ ഒരു സ്റ്റേജ് കടന്നേ വരാൻ കഴിയൂ. അല്ലേ? നമുക്ക് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് സംശയം തോന്നുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ തസ്തഗ്ഫിറുണ്ട്, അല്ല നമുക്ക് ഞാൻ തൗബണ്ട്, ഒരു കാര്യം സാധനങ്ങളുണ്ട്. ചോദിച്ചോട്ടെ, ഇപ്പൊ ഉം, മതൊക്കെ സൈഡിൽ നിന്നോട്ടെ, പക്ഷെ ഉം. ദൈവം ഉണ്ടെന്നാണ് നിങ്ങൾ തോന്നുന്നില്ല? അത് അല്ല, അങ്ങനെ ഒരു അങ്ങനെയൊക്കെ തോന്നും. സംഭവമില്ല, അതായത് ഇതൊക്കെ ഓരോന്നേ പോകുള്ളൂ. അങ്ങനെ പോകുന്നു. ആദ്യം നമുക്ക് ഇതൊക്കെ ആദ്യം പിന്നെ ഹദീസ് പോവും. ആദ്യം ഹദീസിന്റെ ആദ്യം മൗലവിമാര് പുരോഹിതന്മാര് പോവും. ഏ, പിന്നെ ഹദീസ് അതിന്റെ വിശദീകരണങ്ങൾ പോവും. ഏ, കെട്ടുകഥ ആദ്യം പോണ നമുക്ക് അന്ധവിശ്വാസം ആയിക്കോട്ടോ. ആ, അതായത് ഈ ജാറത്തിൽ പോയിട്ടൊന്നും കാര്യമില്ല, ഉം, തങ്ങന്മാരത്ത് ഉം, പോയിട്ട് ഉം, കാര്യമില്ല. ഉം. ആദ്യം അത് പോവും. അല്ല ഇതൊന്നും ചെറുപ്പം, അതായത് ഞാൻ നിങ്ങൾ വളർന്ന ചുറ്റുപാടിൽ ഏഹ്, അതൊന്നും ഇല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് പോകുന്ന ഹദീസ് പോവും, ഓക്കെ. പൗരോഹിത്യം പോവും, ഹദീസ് അല്ല ഈ പോവും. ഞാൻ വളർന്ന ചുറ്റുപാടില് ഈ പറയുന്ന ജാറവും മൊയിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ, പക്ഷെ എന്റെ ഒരു എന്റെ പ്രശ്നം അതാ, ഞാൻ എല്ലാം ലോജിക്കലി കണക്ട് ചെയ്യാൻ നോക്കും. അപ്പം അതിങ്ങനെ ഈ പല ഘട്ടമായിട്ടൊക്കെ കാര്യങ്ങളും പോവും. കണക്ട് ആവാത്തപ്പം ഉം, ഈ ജാറത്തിൽ പോകാറില്ല, മൗലൂദ് ഈ സംഭവങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല. ഉം, പക്ഷെ വീട്ടുകാര് പോകുമ്പോ ഞാൻ ഉം. അതിനെ അത് ശരിയല്ല എതിർക്കാനൊന്നും എന്ന് പോവില്ല. എതിർക്കാനും പോവില്ല. പോവില്ല. അങ്ങനത്തെ ഒരു അല്ല, മൈൻഡ് ഞാൻ സെറ്റാണ്. പറഞ്ഞത് ഇതിന്റെ പോക്ക് ഇങ്ങനെയാണ്. ഓരോന്ന് ഇങ്ങനെ പറന്നു പോകും. അതായത് ആദ്യം ഈ ജാറം, അന്ധവിശ്വാസം, തങ്ങന്മാരത്തൊക്കെ പോലും ഇതൊക്കെ പോകും.
രണ്ടാമത്തത് ഈ പൗരോഹിത്യം മൂല്യന്മാര് അവരുടെ ഒരു ഒരു അമാനുഷികത ഒക്കെ ഉണ്ടല്ലോ. അല്ല അതൊക്കെ അവരെ ഇപ്പോഴേ കറാമത്ത് പോയി. ഇതൊക്കെ അതൊക്കെ പോകും. അത് പിന്നെ 16 അത് വയസ്സിൽ കഴിഞ്ഞാൽ പോയി. നമുക്ക് ഹദീസുകളുടെ വിശദീകരണങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാതാവും. ഇതിൽ ഉം. കുറെ എഴുതി കൂട്ടിയിട്ടുണ്ടാവും, കടത്തി കൂട്ടിയതായിരിക്കും, അതുപോലെ ആൾക്കാർ താല്പര്യത്തിന് എഴുതിയതായിരിക്കാം. നമ്മൾ നോക്കണ്ട, ഖുറാൻ മാത്രം നോക്കിയാൽ പോരെ. ഖുറാനും കുറച്ച് കഴിയുമ്പോൾ പോകും. ഖുറാനും പോയി കഴിഞ്ഞാല് ഖുറാനും ഇതും പോയി കഴിഞ്ഞാൽ പിന്നെ പതിയെ മുഹമ്മദ് നബി പോകും. ഉം. മുഹമ്മദ് നബി പോയാലും അള്ള ബാക്കിയാവും കുറച്ചു കാലം. എന്റെ ട്രാൻസിഷൻ ആണ് ഞാൻ പറഞ്ഞത്. എന്റെ ഈ ഓക്കെ. അള്ളയും പോയി കഴിഞ്ഞിട്ട് എന്തോ ഒരു ശക്തിയാവും. അത് 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 കൊ- കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാ എന്താ? അതിലേക്കാണ് എനിക്ക് വേണ്ടത്. ഇപ്പൊ ഇതൊക്കെ ഓക്കെ. നല്ല പോയി ഒരു ശക്തി ഉണ്ടെന്ന ലെവൽ എത്തിയില്ലേ? അത് ആ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് അത് എന്താ? കഴിഞ്ഞ നിങ്ങൾക്ക് ഒന്നീ സൂഫിസത്തിലേക്ക് പോവാം, ഏ. അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് പോവാം, അല്ല അതും അല്ലെ കഴിഞ്ഞു. അതായത് ശക്തി ഉണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട്. ആ പക്ഷെ അവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാ കാര്യങ്ങള്? അതാ പറഞ്ഞേ. അവിടെ ഏ. നിന്ന് ഒരുപാട് അതെങ്ങനെയാ ഉൾവഴികൾ പോവാ? ഉൾപിരിവുകളുണ്ട്. അത് നമ്മളുടെ ചിന്ത ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ച്. ചില ആൾക്കാർക്ക് ആ, ഒരാശ്രയം ഇല്ലാതെ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ആ. അതിൽ പലരും സന്യാസത്തിലേക്കോ അല്ലെങ്കിൽ ഈ എന്താ പറയാ ഈ സൂഫിസം പോലത്തെ സാധനം അല്ല അതെല്ലാ ഈ മതങ്ങളിലും ഉണ്ട്. സംഭവത്തിലേക്കൊന്നും ഞാൻ പോകുന്നു തോന്നുന്നില്ല. ആത്മീയയിലേക്ക് പോകും. അത് അത് മനസ്സിന് തീരെ കട്ടിയില്ലാത്തവരാണ്. ഏ. ചില ഇല്ല ആൾക്കാര് അത്യാവശ്യം കെട്ടിണ്ട്. ചില ആൾക്കാര് ദൈവം ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോ കാണാം ഏ. എന്ന മെന്റാലിറ്റിയിൽ അഗ്നോസ്റ്റിക്സ് ആയിട്ട് പോകും. ഇതുണ്ട്, ഉം. ശരിയാന്നും പറയല്ല, തെറ്റാന്നും പറയല്ല, എനിക്കിതൊന്നും ബോധ്യമില്ല, നമ്മളെ വഴിക്ക് പോകുന്നു, അങ്ങനെ ഉം. പോകും. എന്നാൽ ഇതിന്റെ പിന്നിലൊക്കെ ശക്തി ഉണ്ടെന്ന് വിചാരിക്കുക, ആ ശക്തിയെ മാനിക്കുകയും ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും. ഉം. അവരെ ആരാധിക്കാനും പോവില്ല, പ്രാർത്ഥിക്കാനും പോവില്ല, നിലവിളിക്കാനും പോവില്ല. ഏ. അവരങ്ങനെ പോകും. അല്ല നിങ്ങള് അതിനപ്പുറത്തേക്ക് ഇതിലേതാ? എന്റെ അപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ച് ഈ പറയപ്പെടുന്ന തരത്തിൽ ഈ ദൈവങ്ങൾ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ദൈവസങ്കല്പങ്ങളും ദൈവത്തിന്റെ വിശേഷണങ്ങളൊക്കെ മതങ്ങൾ ഉണ്ടാക്കിയതാണെന്നാണ് എന്റെ ബോധ്യം. ആ. ഓക്കെ. അതായത് ഇപ്പം അള്ളാഹു ഖാലിഖാണ്, മാലിക്കാണ്, മുലൂക്കാണ്, ഉം. ആനയാണ്, മറുതയാണെന്നൊക്കെ പറഞ്ഞ സാധനം ഇതൊക്കെ മതങ്ങൾ പറഞ്ഞു കൊടുത്ത വിശേഷണമാണ്. ഉം. ഉം. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി ഉണ്ടാക്കിയ വിശേഷമാണ്. ഉം. പണ്ടത്തെ കാലത്തെ കഥകളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടാവാം. ഉം. അപ്പോ അതിനപ്പുറത്തേക്ക് ഈ പറയപ്പെടുന്ന രീതിയിൽ കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ പിന്നെ ആളുകളെയൊക്കെ നോക്കുന്ന, നിരീക്ഷിക്കുന്ന, അതിന് സർവൈലൻസ് സംവിധാനം ചെയ്തിട്ട് മാർക്കിടാന് അവിടെ എന്താ പറയുക വാല്യുവേഷൻ ടേബിളൊക്കെ ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന, അപ്പുറത്ത് നരകം കത്തിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ള, ഇപ്പുറത്ത് പുഴയൊക്കെ ഒരുക്കി പെണ്ണുങ്ങളെയൊക്കെ മാറ്റി നിർത്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് എനിക്ക് തമാശക്ക് പോലും ആലോചിക്കാൻ പറ്റില്ല. എന്താണ് ദൈവം? പിന്നുള്ള ശക്തി. ശക്തി എന്ന് പറഞ്ഞത് പ്രപഞ്ചം, എനർജി ഉണ്ടല്ലോ, ഉം. ഉം. അത് കോൺഷ്യസ് അല്ല. എനർജി ഉള്ളതല്ലേ, എന്തിനാ ഇല്ലെന്ന് പറയാം നമ്മള്. ആ എനർജി ദൈവത്തിന്റെ ചില ഗുണഗണങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു എനർജി, അതിലും എനിക്ക് വിശ്വാസമല്ല. ഉം. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്, ഈ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണ് നമ്മള്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പൊ ഈ യൂണിവേഴ്സിന് ഒരു തുടക്കവും ഇല്ല, അതിനൊരു ഒടുക്കവും ഇല്ല. അല്ല, അതൊക്കെ നമുക്ക് അന്വേഷിക്കാനേ പറ്റുള്ളൂ. ആ. ഓക്കെ. നമ്മളെ അതിലേക്കാണ് സംബന്ധിച്ച് ഞാൻ നമ്മളെ എന്റെ സംബന്ധിച്ച് പോയിന്റില് സി എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? നമുക്കറിയാവുന്ന ഒരു കാര്യം, നമ്മളുടെ ബോധമുള്ള കാലത്ത് നമ്മൾ എന്നൊരു ബോധം നമുക്കുണ്ട്. ഉം. ആ ബോധം ഉള്ളപ്പോ മാത്രമാണ് നമുക്ക് യൂണിവേഴ്സ് ഒക്കെ ഉള്ളൂ, ഉം. ഉം. ഭൂമിയുള്ളൂ, ആകാശം, കേരളം, ഇന്ത്യ ഒക്കെ ഉള്ളൂ. അല്ലേ? നമുക്ക് അതെ. ബോധം കിട്ടാം, നമുക്ക് തലക്കൊരു അടി കിട്ടാ, ഒരു തേങ്ങ വീണാ പിന്നെ ഒന്നുമില്ല നമുക്ക്. ഇല്ല. ചിലപ്പോ നമ്മൾ ഇവിടെ ഉണ്ടാവും, ഉം. ഉം. കൊലയിൽ കിടക്കണൊക്കെ ഉണ്ടാവും, നമുക്ക് ചുറ്റും ഒന്നും ഉണ്ടാവില്ല. എന്നതുപോലെ നമ്മൾ ഈ ബോധത്തിലിരിക്കുമ്പോ നമുക്കിത് നമ്മൾ കാണുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാനും പഠിക്കാൻ ശ്രമിക്കാനേ പറ്റുള്ളൂ. പറ്റുള്ളൂ. അതായത് ഒരു ഫൈനലൈസ്ഡ് ഒരു ആൻസർ കിട്ടില്ല. കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടാവും, കിട്ടാത്ത സാധനം ഉണ്ടാവും. എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. അല്ല അതിന്റെ എനിക്ക് രണ്ട് കാര്യമാണ് തോന്നിയത്. ഉം, നിങ്ങളടുത്ത് പറയാൻ എന്റെ തോന്നല്. എനിക്ക് രണ്ട് കാര്യം. ഉം, ഒന്ന്, ഈ പ്രപഞ്ചം അതായത് ഉണ്ടാക്കിയതല്ല, ഉള്ളതാണ്. ഉം, അതിനൊരു ശക്തിയുടെ ആവശ്യമില്ല ഉം, എന്ന് നമ്മൾ വിശ്വസിച്ച് ഒരു ഉം, രീതിയിൽ വിശ്വസിക്കാം. ഉം, അതല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ ഒരാൾ ആവശ്യമുണ്ട്. ഉം. എന്നാ അയാൾ ആരുണ്ടാക്കി എന്നുള്ളൊരു ചോദ്യം ബാക്കി വരും. ഉറപ്പായിട്ടും വരും. അതെ. അപ്പോ ഒന്നുകിൽ ഇതെല്ലാം എല്ലാം ഉണ്ടാക്കിയത് ചിലപ്പോ നമ്മുടെ ചിന്തകൾക്ക് അതീതമായിരിക്കാം. ചില ശക്തികളിൽ നിന്ന് ചിന്തിച്ചിട്ട് ഉം, ഇതെല്ലാം ഉണ്ടാക്കാൻ ഒരാൾ വേണം, ഒരു ഉം, ശക്തി. ആ ഉം, ശക്തിയാണ് ഈ ഭൂമി ഉണ്ടാക്കിയത് എന്നുള്ള ലെവലില് ഉം, ദൈവവിശ്വാസമായിട്ട് മുമ്പോട്ട് പോവാം. ഉം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇത് ഉണ്ടായതാണ്, ഉം. അതിനുണ്ടാക്കേണ്ട കാര്യമില്ല, ഒരു വേറൊരാളും ഇല്ല എന്നുള്ള ഉം. രീതിയിൽ മുമ്പോട്ട് ഞാൻ പോകും. ഇത് ഇതിനെങ്ങനെ കാണുന്നത് വെച്ചാൽ രണ്ടിലൊന്നിലല്ലേ പോകാൻ ഇത് പറ്റൂ? ഉള്ളതാണ് എന്ന് നമുക്കറിയാലോ.
അതെ. ഓക്കെ, ഇതുള്ളതാണ് എന്നുള്ളതാണ് എന്റെ നിലപാട്. ഇത് ഓക്കെ. ഉണ്ടാക്കിയതാണ് എന്ന് പറയണമെങ്കിൽ അതിനകത്ത് തെളിവ് വേണം. തെളിവാണ്. കറക്റ്റാ. ഉള്ളതാണെന്ന് പറയാൻ തെളിവൊന്നും വേണ്ട, ഇത് ഉള്ളതാണ്. അതെ. അതായത് നമുക്കിത് അറിയാം, ഇത് നമ്മൾ നമുക്കിത് അനുഭവഭേദ്യമാണ്. പ്രപഞ്ചം ഇതിവിടെ ഉണ്ട്. ഇത് ഒരാൾ ഉണ്ടാക്കിയതാണെന്നോ തനിയെ ഉണ്ടായതാണെന്നോ ഒക്കെ പറയണമെങ്കിൽ നമുക്ക് അതിന് തെളിവ് വേണം. അതിനാണ് തെളിവാണ്. അന്വേഷിക്കുന്നത്. ഓക്കെ. ലഭ്യമായിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടിയ അന്വേഷണത്തിന്റെ വിവരങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യന് ഇത് ഒരാൾ തച്ചിനിരുന്ന് പണിതതാണ് എന്നുള്ള കഥ ദഹിക്കില്ല എന്നുള്ളതാണ് കാര്യം. ഉം, ഉം. അതിന് ഈ ഉൽപ്പത്തി കഥകള്, ഇപ്പൊ ഖുറാനിലായാലും ബൈബിളിലൊക്കെ ഉള്ള ഉൽപ്പത്തി കഥകൾ എടുത്താല് ദൈവം ഇങ്ങനെ തോന്നാണ് ഇത് ഉണ്ടാക്കണമെന്ന്. ആ. ഈ ദൈവത്തിന്റെ ഉണ്ടാക്കലിൽ ഈ കഥകളിലൊക്കെ ഭൂമിയും ആകാശവും ഭൂമിയിലുള്ള സസ്യലതാദികളും മൃഗങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഉം. ഈ യൂണിവേഴ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭൂമി അതിനകത്ത് എന്താണുള്ളത് എന്നുള്ളത് ദ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പുസ്തകമുണ്ട്, ഉം. ഒരു പ്രയോഗമുണ്ട്. നമ്മൾ വോയേജർ പിന്നെ പേടകം എടുത്ത ഒരു ഭൂമിയുടെ ചിത്രം. അപ്പൊ പ്രപഞ്ചത്തിൽ നമ്മൾ ഭൂമി എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ആ ഭൂമിയിൽ നമ്മുടെ ഏഷ്യ എത്ര ഉണ്ടെന്നും ആ ഏഷ്യയിലെ ഇന്ത്യ എത്ര ഉണ്ടെന്നും ഇന്ത്യയിൽ കേരളം എത്ര ഉണ്ടെന്നും കേരളത്തിൽ നമ്മളെ ജില്ലയും പഞ്ചായത്തും എത്ര ഉണ്ടെന്നും ആ പഞ്ചായത്തിന്റെ വലിപ്പത്തിൽ നമ്മളെ വീട് എത്രയാണെന്നും അതിന്റെ ഉള്ളിൽ നമ്മളെ ബെഡ്റൂമിന്റെ വലിപ്പം എത്രയാണെന്നും അതിൽ നമ്മൾ ഇരിക്കുന്ന വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കിയാല് ഈ ഉണ്ടാക്കൽ എന്ന് പറയുന്ന സാധനം ബാലരമി പോലും എടുക്കൂല. ഇത് ഉണ്ടാക്കുക മാത്രല്ലല്ലോ, ഇതിങ്ങനെ നോക്കി നിൽക്കല്ലേ. ഇടത്തെ കാല് വെച്ച് ബാത്റൂമിൽ കയറുന്നുണ്ടോ, ഷർട്ട് ഇടുമ്പോ ആദ്യം ഇടത്തെ കൈ എടുക്കുന്നുണ്ടോ, മുണ്ടെടുക്കുമ്പോ ഇടത്തെ ഭാഗത്ത് വലത്തെ ഭാഗത്ത് എടുക്കുന്നത്, ഇതിങ്ങനെ നോക്കി ബുക്കിൽ എഴുതാൻ ആളെ ഏർപ്പാടാക്കിയ ഒരു പഠിച്ചോനോ? ബാലരമയിൽ അയച്ചു കൊടുത്ത അവൽ തള്ളിക്കളയത് അങ്ങനത്തെ ഒരു കഥ. അതാണ് എന്റെ കാര്യം. ഞാൻ പറഞ്ഞത് അവിടേക്കൊക്കെ അതിലേക്കൊക്കെ ഞാൻ എത്തുന്നത് ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഓരോ ഘട്ടങ്ങളും ചിലപ്പം മാസങ്ങളോ വർഷങ്ങളോ ഞാൻ ആ പ്രദേശങ്ങളിൽ ആ പ്രതലങ്ങളിൽ തങ്ങി നിന്നിട്ടുണ്ട്. അത് സമയം എടുക്കും. ഖുറാൻ മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ട്. എത്രയോ തവണ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെവിടെയെങ്കിലും, അല്ല ഞാൻ അത്രയും വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നത്. അപ്പൊ അതിലെവിടെയെങ്കിലും, അതായത് ഞാൻ മുസ്ലിമായ ആൾക്കാരെ മാത്രമേ സ്വർഗത്തിൽ ഇടൂന്നോ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ നരകത്തിൽ ഇടൂന്നോ, ഞാൻ നരകത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടികളെ സൃഷ്ടിച്ചത്, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇസ്ലാം എന്ന് പറയുന്നുണ്ട്. ഉം. പിന്നെ ഇതൊക്കെ മൂന്ന് വഴിയിൽ വിശ്വസിക്കാത്തവരുടെ സ്വർഗപ്രവേശം പോട്ടെ, വിശ്വസിക്കാത്തവർ ഈ മതത്തിൽ ഈ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൊടുക്കൂലെന്ന്. അത് വിശ്വാസത്തിന് വിധേയമായിട്ട് മാത്രമേ ഉള്ളൂ സൽക്കർമ്മം. അതല്ലേ നമ്മൾ ഈ എം അക്ബർ മറ്റേ ആഴക്കടലിൽ ഓതിയ ആയത്ത്, അവിശ്വസിച്ചവരുടെ സൽക്കർമ്മങ്ങളുടെ ഉപമ, അവരുടെ പ്രവർത്തിച്ചതിന്റെ ഉപമയാണ് മരുഭൂമിയിലെ മരീചികയും ആഴക്കടലിലെ ഇരുട്ടും. ഒരു പ്രയോജനം ഇല്ലെന്ന്. നിങ്ങളിപ്പോ അതല്ലേ നമ്മള് ബാലുശ്ശേരി പറഞ്ഞത്, ഒരാൾ ഒരു തെറ്റും ചെയ്തില്ല, എല്ലാ സൽക്കർമ്മവും ചെയ്തു, പക്ഷെ ഗുരുവായൂരപ്പ രക്ഷിക്കണെന്ന് വെച്ചാൽ പിടിച്ച് നരകത്തിലിടും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഖുറാനിൽ തന്നെ ഉള്ളതാ. അത് ഞാൻ പറഞ്ഞത്, ഞാൻ രണ്ട് രീതിയിലാണ് ഖുറാൻ വായിച്ചിട്ടുള്ളത്. ഒന്ന് ജനറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ, രണ്ടാമത്തത് ഞാൻ വായിച്ചിട്ടുള്ളതും ഞാൻ എല്ലാ ആളുകളോടും വായിക്കാൻ സജസ്റ്റ് ചെയ്യുന്നതും ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ കിട്ടും. ഏറെക്കുറെ കംപ്ലീറ്റ് അല്ല, എന്നാലും ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് കിട്ടും. അതിന്റെ ഒരു കാലക്രമം അനുസരിച്ചിട്ട് വഹി തുടങ്ങിയ ഘട്ടം മുതൽ ഇങ്ങോട്ട്. അപ്പം അത് വായിച്ചു നോക്കിയാൽ ഇതിന്റെ ആ ഒരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും കാണാൻ പറ്റും. സിമ്പിളാണ്. അത് വായിച്ചാൽ ഏറെക്കുറെ ധാരണ ഉണ്ടാവും. സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ആ ഒരു കാഴ്ചയിലൂടെ നമ്മൾ ഇതിനെ കാണാൻ, അനലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
കൃത്യമായിട്ട് നമ്മൾ വേറെ എന്താ പറയാ മുൻവിധികളും പിശാചിനെ പേടി ഒഴിവാക്കണം. നമ്മളെ ബുദ്ധിയിൽ നമ്മളുടെ ബോധ്യത്തിൽ നമ്മളെ അനലിറ്റിക്കൽ എന്താ പറയാ എബിലിറ്റിയിലൊക്കെ നമുക്കൊരു വിശ്വാസം വേണം. നമുക്കിതൊക്കെ വായിക്കാൻ പറ്റുന്നു, അനലൈസ് ചെയ്യാൻ പറ്റുന്നു, ചിന്തിക്കാൻ പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മറ്റു ബയസുകളൊക്കെ മാറ്റി വെച്ച് നമ്മൾ വായിച്ചാൽ ഉത്തരം തെളിഞ്ഞു വരും. ക്ലിയർ. അല്ല, ഞാൻ ഇത് ചെറുപ്പത്തിലാണ് മദ്രസയിൽ പഠിക്കുമ്പോൾ നമ്മളെ ഷെയ്ത്താൻ മലക്കായിരുന്നു, മലക്കിന്റെ നേതാവായിരുന്നു എന്നാണ് മദ്രസയിൽ പഠിച്ചത്. പണ്ട് പഠിച്ചത്. പിന്നെ പണ്ട് പഠിച്ചത്. അപ്പൊ ഈ മലക്ക്, അതായത് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം പുറത്തായിട്ട് ഷെയ്ത്താനായെന്നാണ് പണ്ട് പഠിച്ചത്. പക്ഷെ പിന്നെ മലക്കുകൾക്ക് സ്വയം എന്താ പറയാ നന്മയും തിന്മയും ഇങ്ങനെ നമ്മളെ മനുഷ്യരെ പോലെ ചൂസ് ചെയ്യാൻ പറ്റില്ല എന്നും അവർക്ക് നന്മ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് പഠിത്തം സൃഷ്ടിച്ചതെന്നാണ് പിന്നീട് ഞാൻ പഠിക്കുന്നത്. എന്നിട്ട് ഞാൻ അതേ ഉസ്താദിനോട് ഞാൻ പോയിട്ട് ചോദിച്ചു, അതായത് അങ്ങനെ അപ്പൊ അത് അല്ല, അപ്പം ജിന്നായതല്ല, ഞാൻ വേറെ സ്വയം പഠിക്കുന്ന സമയത്താണ് അത് ജിന്നായിരുന്നു എന്ന് കാണുന്നത്. മദ്രസയിൽ പഠിക്കുമ്പോ അത് മലക്കായിരുന്നു. മലക്കുകളുടെ നേതാവ് എന്ന രീതിയിൽ, മലക്കുകളുടെ ഉസ്താദ് എന്നൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞു തരുമെങ്കിലും ഇത് ജിന്നായിരുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ശരിയാണ്, അത് പറയുന്ന ആൾക്കാരുണ്ട്, ഇപ്പൊ അത് പറയാറുണ്ട്. പക്ഷെ അത് ജിന്നായിട്ട് കാര്യമില്ലേ. ഞാൻ ഈ വിഷയത്തില് പിന്നെ 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് പിശാജിന്റെ വാപ്പ എന്നിട്ട് അത് ശരിക്കും ഏറ്റവും വലിയ പിശാജ് അള്ളാഹു ആണെന്നുള്ള കൺക്ലൂഷനിലേക്കാണ് ഈ കഥ അനുസരിച്ചിട്ടോ. ഞാൻ പിശാജിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നതല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പിശാജ് അള്ളാഹു കഥയിലെ ഏറ്റവും വലിയ പിശാജ് അള്ളാഹു ആണ്. അത് എന്തുകൊണ്ടാന്ന് ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഈ ഓപ്പറേഷൻ തൂഫാൻ നടക്കാണല്ലോ. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടാവും, ഇതിന് അടിപ്പെട്ടു പോയ കുട്ടികളുണ്ടാവും, വട്ടച്ചെലവിന് വേണ്ടി ഇത് കച്ചവടം ചെയ്യുന്ന കാരിയേഴ്സ് ഉണ്ടാവും, ഏജന്റുമാരുണ്ടാവും, ഇതിന്റെ സപ്ലയേഴ്സ് ഉണ്ടാവും, ഇതിന്റെ മാനുഫാക്ചേഴ്സ് ഉണ്ടാവും. ഇത് ഡ്രഗ് ആണെന്നും ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ആരാ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ? ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ആള്. പിശാചിനെ ഉണ്ടാക്കിയതാരാ? അതെ, പഠിച്ചോൻ. കഴിഞ്ഞേ. അത്രേ ഉള്ളൂ ഇസ്ലാമിന്റെ കഥ. അപ്പൊ എല്ലാം മുൻകൂട്ടി അറിയാവുന്ന പടച്ചോന് ഇത് പിശാചാവുന്ന മുൻകൂട്ടി അറിയണമല്ലോ. മലക്കുകളുടെ ഇപ്പൊ ജിന്നുകളുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോയി എന്നാണ് കഥ. ജിന്നുകളുടെ ഇടയിൽ നിന്ന് കൂട്ടത്തിൽ എടുക്കുമ്പോൾ അറിയണ്ടേ. നമ്മളൊരു സ്ഥാപനം നടത്താണ്, ആ സ്ഥാപനത്തിൽ ഒരു പൊസിഷനിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോ ആളെ നമ്മളെ പറ്റിക്കും, ഞാൻ പറഞ്ഞ നമ്മളെ ധിക്കരിക്കും എന്ന് ഉറപ്പുള്ള ഒരുത്തനെ നമ്മൾ പിടിച്ചോണ്ട് പോവോ? നമുക്കറിയാമെങ്കിൽ. അറിയാതെ അബദ്ധം പറ്റിയതാണെങ്കിൽ ഓക്കെ. അല്ല, ഇങ്ങനത്തെ എനിക്കും ചില കാര്യങ്ങൾ അങ്ങനെ തോന്നി. അതായത് എല്ലാം മുൻകൂട്ടി അറിയുന്നു. കതിർ കഥ സംഭവമില്ലേ, എല്ലാം ഇനി അതും പോട്ടെ, നരകം ആദ്യം സൃഷ്ടിച്ചിട്ടാണ് നരകത്തിലേക്കുള്ള വിറക് പെറുക്കാനുള്ള പോകുന്നത്. എന്തിന് നരകം? അള്ളാഹ്ക്ക് സ്വർഗത്തിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല, പക്ഷെ നരകത്തിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഒരു ഗെയിം കളിക്കുന്ന പോലെ. അപ്പൊ ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഞാൻ ആലോചിച്ച സാധനമാണിത്. ഇതെല്ലാം ഇതിപ്പോ ഈ കഥയൊക്കെ ശരിയാന്ന് വിചാരിച്ചോ? നമ്മളിങ്ങനെ വട്ടം കറക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് അതൊരു പിന്നെ ഇപ്പൊ ഈ അള്ളാഹു ആണ് ദൈവം. ഇപ്പൊ ഇസ്ലാം പറയുന്ന അള്ളാഹു ആണ് ദൈവമെങ്കില് നരകത്ത് കിടക്കലാണ് ഏറ്റവും വലിയ സമരം. അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ഈ ജാതി ഒരു ദൈവം ഉണ്ടാവും? ഇങ്ങനെ മനുഷ്യന്മാരെ തീയിലിട്ട് പൊരിച്ചിട്ട് അതിൽ ആഹ്ലാദം പങ്കെടുക്കുന്ന കാണുന്ന ഒരാള്, അതിനുവേണ്ടി നൂറ്റാണ്ടുകൾ മനുഷ്യരെ ഭൂമിയിലിട്ട് പരീക്ഷിക്കുക, ഈ പ്രകൃതി ദുരന്തം, ആണവായുധം, ഇതെല്ലാം അള്ളാന്റെ പരീക്ഷണമല്ലോ. അതെ. എന്തിന്? അള്ളാഹ്ക്ക് നരകത്തിൽ ആൾക്കാരെ കത്തിക്കണ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മനുഷ്യന്മാരെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അതിനെ പിടിച്ച് കുറച്ചെണ്ണത്തിനെ നരകത്തേക്കും കുറച്ചെണ്ണം സ്വർഗത്തേക്കും ഇട്ടു, ഒരു പ്രശ്നമില്ലല്ലോ. ആര് ചോദിക്കാനും പറയാനുള്ളത്? അള്ളാഹ്ക്ക് നരകത്തിൽ കത്തിക്കുന്നതും കാണാം, സ്വർഗത്തിൽ സൂഹിക്കുന്നതും കാണാം, സുഖമായിട്ട് ഇരുന്നൂടെ? നിങ്ങൾ ആലോചിക്കുക, നമ്മളെ ഈ ജന്തു മൃഗാദികളോടൊക്കെ എന്താ പറയാ? കൂനു തുറാബാറിന് ആയിക്കോളല്ലോ, അപ്പോലൊക്കെ മണ്ണായി പോകും. അപ്പൊ ഈ പിന്നെ ഇതിന് എന്താ പറയാ, ഉലുഹത്തിന് കഴുത്ത് നീട്ടി കൊടുത്ത പോത്തിന്റെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? അതൊരു ജീവനാണല്ലോ, അതിന് വേദന ഉണ്ടായില്ലേ അർത്ഥപ്പോ? അതിന് സ്വർഗമൊന്നുമില്ലേ? ഇങ്ങനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അന്തം കുന്തല്ല. അല്ല, ചില കാര്യങ്ങളിൽ അന്തം കുന്തം കിട്ടാറില്ല.
ആലോചിച്ചാൽ ഒരു അന്തവും ഇല്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല എന്ന് ഞങ്ങള് നാട്ടില് പണ്ട് പറയാറുണ്ട്. അല്ല, എന്റെ അടുത്ത് ഇങ്ങനെ ചില കാര്യങ്ങളിൽ വിഷമിച്ചിരിക്കുമ്പോ ഉം, നിന്റെ താഴേക്കടയിൽ ഇരിക്കുന്നതിലേക്ക് നോക്കുന്ന് പറയുന്ന കൂട്ടുകാരും ഫാമിലിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ. ഉം, അപ്പൊ ഈ ഭൂമിയിൽ തന്നെ സമ്പത്തും, ഉം, അതായത് അതായത് ഭൂമിയിൽ കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഉം, അതെല്ലാം നേടി സ്വർഗത്ത് പോകുന്ന ആൾക്കാരും ഇല്ലേ. ഉം, അപ്പൊ അയാൾക്ക് ഭൂമിയിലും എല്ലാം കിട്ടി, സ്വർഗത്തിലും എല്ലാം കിട്ടി. ഉം. ചില ആൾക്കാർക്ക് അതിനൊക്കെ ഭൂമിയിലൊന്നുമില്ല. ബാലൻസ് ചെയ്യാൻ ഞങ്ങൾ ദർജ ഉണ്ട് എന്ന് പറയാം. ദർജ ഏറ്റവും അതെ. സ്വർഗത്തിലെ ഏറ്റവും വലിയ ദർജ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങളും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിട്ടും സ്വർഗത്തിലെത്തിയ ആൾക്കാർക്ക്. പക്ഷെ അങ്ങനെ ആവുമ്പോഴും അവിടെ ഒരു അനീതി ഉണ്ട്. അതെ ഏറ്റവും വലിയ പരീക്ഷണം സമ്പത്താണെന്ന് പറയാം. അതെ അതെ. അപ്പൊ സമ്പത്ത് എന്ന മഹാപരീക്ഷണം അതിജയിച്ച് മുന്നിലെത്തിയ ആൾക്കും ദർജ കൊടുക്കണ്ടേ നല്ലോണം. പിന്നെ ഇവര് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ അൾട്ടിമേറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ സാധനം. ഉം ഉം. അത് അതിനേക്കാൾ വലിയ കോമഡിയാണ്. അത് നമുക്ക് പിന്നെ ഒരു ദിവസം വിശദമായിട്ട് പറയാം. ഇതെല്ലാം കഴിഞ്ഞാൽ എന്നാലും നീതി വേണ്ടേ, അനീതിക്ക് ഒരു പ്രതിവിധി വേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാവും. അത് വേറെ വിഷയമാണ്. നമുക്കൊരു ഒഴിഞ്ഞ് സംസാരിക്കാം. അതിപ്പോ ഏകദേശം 1 മണിക്കൂറായി നിങ്ങൾക്ക് തോന്നുന്നു. അതെ അതെ. ഞാൻ അതാ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്, നിങ്ങൾ ഫ്രീ ആണോ, ബുദ്ധിമുട്ടിക്കണ്ട, കുഴപ്പമില്ല കുഴപ്പമില്ല. അല്ല തിരക്കായിരിക്കും ഇത്ര അറിയാം. നേരമൊക്കെ ആവാം. അല്ല, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ജോലി ഉണ്ടാവും, അതിന്റെ ഇടയിൽ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, അല്ല നല്ല തിരക്കുണ്ടാവും. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കിന്ന് വ്യക്തിപരമായിട്ട് ചില കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാനുള്ള മനസ്സില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരിക്കാണ്. ഓക്കെ. നിങ്ങളെ അപ്പൊ എന്തായാലും ബുദ്ധിമുട്ടിക്കില്ലല്ലോ. ഇല്ല നോ പ്രോബ്ലം. അല്ല, പല കാര്യങ്ങളിലും ഡൗട്ട് വരുമ്പോ ഇത് എങ്ങനെ എനിക്കൊന്നും ആരോട് ഇങ്ങനെ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കാൻ ആളില്ലാതെ ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അത് ആരോട് ഇത് പറയോ, ആരോടും പറയാൻ പറ്റില്ലല്ലോ. അതെ ഇങ്ങനെ അതെ വിളിച്ച് അതെ. സംസാരിക്കാൻ ആളുണ്ടെങ്കിൽ തന്നെ ഒരു ആശ്വാസമല്ലേ. അത് അപ്പൊ ശരിയാണ്. അതെനിക്ക് മനസ്സിലാവും. ആയിക്കോട്ടെ, വളരെ ശരി. സന്തോഷം. ഓക്കെ, സന്തോഷം താങ്ക് യു സംസാരിച്ചതിൽ. താങ്ക് താങ്ക് യു. യു.